ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആഹാരം പോലും കഴിക്കാതെ കാവേരി മോളുടെ അടുത്തേക്ക് പ്ലേറ്റിൽ കുറച്ച് ചോറുമായിട്ട് അരവിന്ദൻ വരുന്നതാണ് കാണുന്നത്. മോളെ, ഇങ്ങനെ കഴിക്കാതിരുന്ന പിന്നെ അരവിന്ദന് സങ്കടമാവില്ലേ? അങ്ങനെ ഓരോ ഉരുളയൊക്കെ ഇങ്ങനെ ഉരുളയാക്കി കാവേരിയുടെ അടുത്തേക്ക് വന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ കള്ളിപ്പൂച്ചെ ഇങ്ങോട്ടേക്കൊന്ന് വന്നേ എന്ന് പറഞ്ഞ് ബാക്കി 3 പേരെയും ഓരോരോ ഉരുള അങ്ങ് വാങ്ങി കഴിപ്പിച്ചു. പക്ഷേ കാവേരി മാത്രം അവിടെ അനങ്ങാതെ തന്നെ ഇരിക്കുകയായിരുന്നു. ഒടുവിൽ കാവേരി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. ആഹാ, കള്ളിപ്പൂച്ച ഇങ്ങനെ ഇരിക്കുവാണോ? ദേ വാ തുറന്നേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവൾക്ക് ഒരു ഉരുള ഉരുട്ടി കൊടുത്തു. ആ സമയത്തിന് കാവേരിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയായിരിക്കും. ആഹാ, അപ്പൊ നന്നായി കരയുന്നോ? എൻ്റെ കള്ളിപ്പൂച്ച ഇന്ന് പട്ടിണി ഇരിക്കുമായിരുന്നില്ലേ എന്നൊക്കെ അരവിന്ദൻ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് അവൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അരവിന്ദൻ അവളെ ആശ്വസിപ്പിച്ചു. പോട്ടെ മോളെ, നീ എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നത്? അച്ഛനില്ലേ നിന്നോടൊപ്പം? അവർക്ക് വിവരമില്ലെന്ന് കരുതിയാൽ മതി. അവരെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ആ രാജേശ്വരി പറഞ്ഞതൊക്കെ ഓർത്തിട്ട് മോള് സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് അച്ഛന് മനസ്സിലായി. എന്നാലും അച്ഛ, ഞാനാണ് ഈ കുടുംബത്തിലെ എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ പറഞ്ഞു തീർക്കും മുൻപേ തന്നെ അരവിന്ദൻ പറയുന്നുണ്ട്, ഓ അതാണല്ലേ കാര്യം. അതിന് അവരല്ലല്ലോ ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, ഞാനല്ലേ. നീ എൻ്റെ മോളല്ലേ. പിന്നെ എല്ലാവരും പറഞ്ഞാ തകർന്നു പോകുന്നതാണോ നമ്മുടെ കുടുംബം? അങ്ങനെയൊന്നും തകരുന്ന കുടുംബമൊന്നും അല്ല ഇത് എന്നും പറഞ്ഞു കൊടുത്തിന് അരവിന്ദൻ വയറ് നിറച്ച് അവൾക്ക് ഇങ്ങനെ ചോറ് വാരി കൊടുത്തു. കാവേരി അതുവരെ ആഹാരം കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ തനിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന സമയത്തിന് അവൾ ഒരുപാട് ഭക്ഷണം കഴിച്ചപ്പോൾ അവളുടെ വയറ് നിറഞ്ഞു. കൂടെ സന്തോഷവും സങ്കടവും ഒരുപോലെ തന്നെ വരുന്നുണ്ടായിരുന്നു. അമ്മ വരെ പലപ്പോഴും കുറ്റം പറഞ്ഞാലും അച്ഛൻ എപ്പോഴും തന്റെ കൂടെ ഉണ്ടാവുമെന്ന് അവൾക്കറിയാമായിരുന്നു. താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അച്ഛൻ ആസ്വദിക്കാറുണ്ട്. തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും പറഞ്ഞു തരും. എന്നിട്ട് അവളെ ഒന്നുകൂടെ ആശ്വസിപ്പിച്ചു. എൻ്റെ മോളെ, അവർ വല്ല പൊട്ടത്തരും പറയും. അതോർത്തുകൊണ്ട് നമ്മൾ എങ്ങനെ സന്തോഷമില്ലാതാക്കണോ? അച്ഛൻ എത്ര നാൾ കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്നറിയാമല്ലോ. ആ സമയത്തിന് മോൾ ഇങ്ങനെ വിഷമിച്ചിരുന്ന അതെങ്ങനെയാ ശരിയാവുന്നേ? കാവേരി പതുക്കെ പറഞ്ഞു. അച്ഛാ, അവരങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അച്ഛൻ തമാശ രൂപേണ തന്നെ പറയുന്നുണ്ട്, സങ്കടത്തോട് പോവാൻ പറ അവരോട്. ആ ചെക്കൻ്റെ കൈ ഇച്ചിരുന്ന് പൊള്ളിയെന്ന് കരുതിയിട്ട് ഇത്രമാത്രം മുരുകാനൊന്നുമില്ല. എൻ്റെ മോള് നല്ല സ്ട്രോങ് അല്ലേ? ഈ വീട്ടിലെ ആൺകുട്ടിയാ നീ, അത് ഓർമ്മ വേണം. നീ ഇവിടെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിലാ ഞാൻ അവിടെ ഇരിക്കുന്നത്. എന്തു വന്നാലും നീ നേരിടുമെന്ന് എനിക്കറിയാം. ആ സമയത്ത് നീ ഇങ്ങനെ പതറിപ്പോയാലോ മോളെ? ഈ വീട്ടിലെ ചുണക്കുട്ടിയല്ലേ നീ? അത് കേട്ടപ്പോൾ കാവേരിയുടെ മുഖമൊക്കെ അങ്ങ് തെളിഞ്ഞു. നീ വേണം ബാക്കി എല്ലാവർക്കും താങ്ങോ തണലുമായി നിൽക്കാൻ. എന്നിട്ട് നീ ഇങ്ങനെ തളർന്നു നിന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്? അവളുടെ മുഖത്ത് അത് കേട്ടപ്പോഴാണ് ഒരു ചിരി വന്നത്. അന്നേരം സമാധാനമായിട്ടോ അരവിന്ദന്. കാവേരി സ്ട്രോങ് ആണെങ്കിലും രാജേശ്വരിയുടെ വാക്കുകൾ അവളെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. ആരെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ ഉള്ളിലെ സങ്കടമൊന്ന് പുറത്തു വരില്ലോ. അങ്ങനെ കാവേരിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ അരവിന്ദൻ അവിടെ നിന്നും അങ്ങോട്ടേക്ക് മാറി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അരവിന്ദന്റെ അടുത്തേക്ക് ശാരദ വന്ന് പറയുന്നുണ്ട്, അരവിന്ദേട്ടാ, മോളോടൊന്ന് സംസാരിക്കണം. ആരോട് എന്ന് ചോദിച്ചപ്പോൾ ഗംഗയോട് എന്ന് ശാരദ മറുപടി നൽകി. വിനീതിന്റെ കാര്യത്തെക്കുറിച്ച് അവളോടൊന്ന് ചോദിക്കണം. ഈ വരവിൽ അവരുടെ കല്യാണം നടത്തണമെന്ന് കരുതിയതായിരുന്നു. അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയണമല്ലോ. അരവിന്ദനും അത് ശരിയാണെന്ന് തോന്നി. ശരിയാണ്, ഇതുവരെ അവളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മോളോട് പോയിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാമെന്നൊക്കെ പറയും. അവളുടെ ഇഷ്ടം എന്താണെന്നൊന്നും അറിയില്ലല്ലോ. നമ്മൾ പറയുന്നത് പോലെ ആവണമെന്നുമില്ല. അങ്ങനെ അരവിന്ദൻ നേരെ ഗംഗയുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കാണ്. അല്ല മോളെ, വിനീതും നീയുമായിട്ട് എങ്ങനെയായെന്ന് ചോദിക്കും. അതെന്താ അച്ഛാ അങ്ങനെ ചോദിച്ചത് എന്ന് ഗംഗ തിരിച്ചു ചോദിച്ചപ്പോൾ അരവിന്ദൻ പറയുന്നുണ്ട്, അല്ല, നിങ്ങൾ തമ്മിൽ ചെറുപ്പത്തിലെ നല്ല പരിചയമാണ്. വിനീതിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ചെറുപ്പത്തിലെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമല്ലേ അത്? അത് കേട്ടപ്പോൾ ഗംഗയുടെ മുഖം പെട്ടെന്നങ്ങ് മാറി. അച്ഛാ, അച്ഛൻ എന്താ ഈ പറയുന്നത്? അവൾ ചോദിച്ചു. എന്താ മോളെ അങ്ങനെ പറഞ്ഞത്? അച്ഛാ, എനിക്ക് വിനീതേട്ടനെ അങ്ങനെ ഒരിക്കലും കാണാൻ പറ്റില്ല. എനിക്ക് പുള്ളിയെ ഇഷ്ടമല്ല. എൻ്റെ താല്പര്യം ഇതൊന്നുമല്ല. അരവിന്ദൻ ആ ഒരു മറുപടി കേട്ടപ്പോൾ അത്ഭുതത്തോട് ചോദിച്ചു. പിന്നെ മോളുടെ ഇഷ്ടം എന്താണ്? ഗംഗ അവളുടെ ആഗ്രഹമെല്ലാം തന്നെ തുറന്നു പറഞ്ഞു. എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ തന്നെ താല്പര്യമില്ല അച്ഛാ. ജനിച്ചതു മുതൽ ഈ കുന്നും മലയൊക്കെ കണ്ടു മടുത്തു. എനിക്ക് കടൽ കടന്ന് പറക്കണം, പുറം നാട്ടിലേക്ക് പോകണം, അവിടെ പോയിട്ട് നല്ലൊരു ജോലി സമ്പാദിക്കണം. അതൊക്കെയാണ് എൻ്റെ ചിന്ത. അത് കേട്ടപ്പോൾ അരവിന്ദൻ ആകെ അമ്പരന്നു പോയി. ഗംഗ വീണ്ടും പറഞ്ഞു, അച്ഛാ, എനിക്ക് ആ ടൈലർ ഷോപ്പിലേക്ക് ജീവിതം തീർക്കാനൊന്നും വയ്യ. വിനീതേട്ടനെ കെട്ടിയ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. എനിക്കതിന് താല്പര്യമില്ല. അരവിന്ദന് അത് കേട്ടിട്ട് വലിയ വിഷമമായെങ്കിലും അവളെ നിർബന്ധിക്കാനൊന്നും പോയില്ല. കല്യാണം അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ വിനീതിന് ഗംഗയെ ജീവനാണ്. അച്ഛന് ആ കാര്യം അറിയാമായിരുന്നു.
ഒടുവിൽ അരവിന്ദൻ ചെന്ന് ശാരദയോടും അമ്മയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൾക്ക് ഈ വിവാഹത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന്. അത് കേട്ടപ്പോൾ അമ്മക്ക് ദേഷ്യം വന്നു. എടാ, അതും കേട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നോ, ഒരെണ്ണം അങ്ങ് കൊടുത്താൽ മതി, അവൾ അങ്ങ് സമ്മതിച്ചോളുമെന്ന് പറയും. അരവിന്ദൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മേ, അങ്ങനെയൊന്നും അടിച്ച് സമ്മതിപ്പിക്കേണ്ടതൊന്നുമല്ല കല്യാണക്കാര്യം. അവൾക്ക് പുറത്തു പോയിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. അന്നേരം ശാരദ വിഷമത്തോട് കൂടി ചോദിക്കുന്നുണ്ട്, അരവിന്ദേട്ടാ, ഇതൊക്കെ ശരിയാവോ? കുഞ്ഞുനാൾ മുതൽ വിനീതിന് അവളെ അത്രക്കധികം ഇഷ്ടമായിരുന്നില്ലേ? അരവിന്ദൻ പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാം ശാരദേ, പക്ഷേ മോളുടെ ഇഷ്ടം കൂടി നമുക്ക് നോക്കണ്ടേ? എനിക്ക് അവളെ അങ്ങനെ നിർബന്ധിക്കാനൊന്നും പറ്റില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ശാരദ ചോദിച്ചപ്പോൾ വിനീതിനോട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് അരവിന്ദൻ തീരുമാനിച്ചു. ഗംഗയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധം വെറുതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊന്നും അർത്ഥമില്ലല്ലോ. പക്ഷേ അരവിന്ദിന്റെ അമ്മക്ക് അതൊട്ടും തന്നെ അങ്ങ് പിടിച്ചില്ല. അവർ വിനീതിന് വാക്ക് കൊടുത്തതായിരുന്നു. അവനെ കൊണ്ട് സ്വർണ്ണമാലയൊക്കെ വാങ്ങിപ്പിക്കാൻ അമ്മൂമ്മ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. വിനീത് നല്ല പയ്യനാണെന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. ശാരദ സങ്കടപ്പെടുന്നത് കണ്ടുകൊണ്ട് തന്നെ അരവിന്ദൻ അവളെ ആശ്വസിപ്പിച്ചു. പോട്ടെ ശാരദേ, ഇപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കണ്ട. ശാരദ പറയുന്നത്, അല്ല അരവിന്ദേട്ടാ, ഇത്രയും കാലം അവിടെ കടന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ മകൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ എപ്പോഴെങ്കിലും സന്തോഷത്തോടെ കഴിഞ്ഞിട്ടുണ്ടോ? ഓരോ തവണ ലീവിന് വരുമ്പോഴും അടുത്ത തവണ ഇങ്ങ് നിൽക്കണമെന്നും ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കും. പക്ഷേ നിങ്ങൾ എപ്പോഴും തിരിച്ചു പോകും. എനിക്ക് എത്ര സങ്കടമുണ്ടെന്നറിയോ? ഈ സംസാരം കേട്ടുകൊണ്ടാണ് കാവേരി അങ്ങോട്ടേക്ക് വരുന്നത്. ശാരദ വീണ്ടും പറഞ്ഞു, നമ്മൾ എന്നാ അരവിന്ദേട്ട ഒരുമിച്ച് കുറേ കാലം ഒരുമിച്ച് കഴിയുന്നത്? എനിക്ക് കൊതി തീർന്നിട്ടില്ല. അപ്പോൾ കാവേരി ഇടയിൽ കയറി ചോദിക്കുന്നുണ്ട്, ആഹാ, കൊള്ളാമല്ലോ, രണ്ടുപേരും ഇവിടെ ഇങ്ങനെ സെന്റി അടിച്ചുകൊണ്ടിരിക്കുവാണോ? ശാരദ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ തന്നെ കാവേരി പറഞ്ഞു, അമ്മേ, അധികം സെന്റി ഒന്നും അടിക്കണ്ട. അച്ഛൻ ഇനി തിരിച്ചു പോകുന്നു വേണ്ട, ഇവിടെ തന്നെ നിന്നാ മതിയെന്ന് പറയും. ആരോ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും മോളെ, നിങ്ങളുടെയൊക്കെ കല്യാണം നടത്തേണ്ടേ? കാവേരി തിറപ്പിച്ചു പറഞ്ഞു. കല്യാണം കഴിക്കാൻ അച്ഛൻ എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ മതി. അച്ഛൻ ഇനി അമ്മയോടൊപ്പം ഇവിടെ നിൽക്ക്, ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോളാം. അന്നേരം അരവിന്ദൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ ജോലിക്ക് പോയ കുടുംബം നമുക്ക് മുന്നോട്ട് പോവോ എന്ന്? നോക്കാം അച്ഛാ, അച്ഛൻ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് അച്ഛനോടും അമ്മയോടും ഒക്കെ ഒരുമിച്ച് കഴിയാൻ കൊതിയില്ലേ എന്ന് കാവേരി പറഞ്ഞപ്പോൾ ശാരദക്ക് വീണ്ടും അങ്ങ് കരച്ചിൽ വന്നു. അവർ അരവിന്ദിനെ കെട്ടിപ്പിരിച്ചു കരഞ്ഞു. പിറ്റേ ദിവസം കാവേരി സ്കൂട്ടർ ഓടിച്ച് പുറത്തേക്ക് പോകുമ്പോൾ നിവിൻ വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. കാവേരിയെ കണ്ടതോടുകൂടി തന്നെ അവൻ മുന്നിലേക്ക് വന്നു. ഇന്നലത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിവിനാണല്ലോ, അതുകൊണ്ട് അവൾ ദേഷ്യത്തോടു കൂടി തന്നെ അവനെ നോക്കി. എന്താ കാര്യം? കാവേരി ചോദിച്ചു. നിവിൻ പറഞ്ഞു, സോറി കേട്ടോ, ഇന്നലെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതിന്. കാവേരി വെറുതെ വിട്ടില്ല. ഒരു സോറി പറഞ്ഞാൽ എല്ലാം അങ്ങ് തീരുവോ? അവൻ പറഞ്ഞു, അതല്ല, കൈ പൊള്ളിയപ്പോൾ സങ്കടമായി എനിക്ക് എന്തെങ്കിലും വേദനിച്ചാൽ എൻ്റെ അമ്മക്കത് സഹിക്കില്ല. ഉടനെ കാവേരി മറുപടി കൊടുത്തു, നിങ്ങൾക്ക് സങ്കടം വന്നാൽ അമ്മക്ക് സഹിക്കില്ല, അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനും അമ്മതും സഹിക്കില്ലേ? നിവിൻ വീണ്ടും ഒരു സോറി പറയാൻ നോക്കിയപ്പോൾ കാവേരി പറഞ്ഞു, നിന്റെ സോറിയും വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ കൺമുന്നിൽ നിന്നും ഇനി നിന്നെ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാണ്. ആ സമയത്ത് തന്നെ കാവേരിയുടെ വാക്ക് കേട്ട് നിവിന് ശരിക്കും വിഷമമായി. കാവേരി ഇങ്ങനെ മുഖത്തടിച്ചതുപോലെ പറയുമെന്ന് അവൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ ഒരു പെൺപുലിയാണ് എന്നും അടുത്തു ചെല്ലുന്തോറും അവൾ തന്നിൽ നിന്ന് അകന്നു പോവുകയാണെന്ന കാര്യമൊക്കെ അവന് തോന്നിയിരുന്നു. എങ്കിലും നിവിന്റെ മനസ്സിൽ കാവേരിയോട് ഒരുപാടധികം ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സ് കീഴടക്കുമെന്ന് നിവിൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ കാവേരി ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോകുന്നുണ്ടെങ്കിലും നിവിൻ ഒത്തിരി അധികം ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും കൂടെ കാവേരിയെ തെന്നിങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.